104 കോടി രൂപ ഇപ്പോൾ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ നെല്ല് സംഭരണ ഇനത്തിൽ. നമ്മുടെ ഈ ഗവൺമെൻറ് ചുമതല ഏൽക്കുമ്പോൾ 713 കോടി രൂപയായിരുന്നു കർഷകർക്ക് ലഭ്യമാക്കാനുണ്ടായിരുന്നത്, കുടിശ്ശികയായിട്ടുണ്ടായിരുന്നത്. അത് പൂർണ്ണമായും കൊടുത്തു തീർത്തു. അതിനോടനുബന്ധിച്ച് തന്നെ ആ സമയത്ത് സംഭരണം നടക്കുകയായിരുന്നു. അങ്ങനെ ഇനി ഏതാണ്ട് 367 കോടി രൂപയാണ് ലഭ്യമാക്കാനുള്ളത്. അതായത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന 713 കോടി രൂപയും കൊടുത്തു തീർത്തു. അതിനോടനുബന്ധിച്ച് ഈ സംഭരണവും നടക്കുകയാണ്. ഇപ്പോൾ അതിനുശേഷം സംഭരിച്ച തുകയാണ് കൊടുക്കാനുള്ളത്. അതിൽ 367 കോടി രൂപ ലഭ്യമാക്കാനുള്ളതിൽ 104 കോടി രൂപയുടെ വിതരണം ഇന്ന് ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ബാക്കി തുക വരും ദിവസങ്ങളിൽ തന്നെ ലഭ്യമാക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വേഗതയിൽ ഇത് കൊടുത്തു തീർക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് വന്ന സമയത്താണ് ഈ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് പ്രൈമറി സംഘങ്ങൾ രംഗത്തുണ്ടായിരുന്നു. ആ പ്രൈമറി സംഘങ്ങൾ രംഗത്തുണ്ടായ സമയത്തുണ്ടായ കുടിശ്ശികയാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ വിതരണവും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളത് പൂർണ്ണമായി ആ വിഷയം സെറ്റിൽ ചെയ്ത് അപ്പോൾ തന്നെ അതിൽ ഇടപെട്ട് ലോൺ എമൗണ്ട് എൻഹാൻസ് ചെയ്ത് ഞങ്ങൾ കൊടുത്തു. പാക്സുകൾ ഒഴിവാക്കി സപ്ലൈകോ മുഖാന്തരം തന്നെ അതിൻ്റെ ലഭ്യതയും ഉറപ്പുവരുത്തി, തുക വിതരണം ചെയ്യുന്ന ഉറപ്പുവരുത്തി. അങ്ങനെ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പരിഹരിക്കാൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള തുകയും അടിയന്തരമായി കൊടുത്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തുക വിതരണം ചെയ്യുന്നതിന് മുറയ്ക്ക് തന്നെ അടുത്ത ഭാഗവും ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാക്കും. അതിനുമുമ്പ് കൊടുത്തു തീർക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി അതിനുള്ള നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ആരംഭം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധനയും കാര്യങ്ങളും ഉണ്ട്. കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ എല്ലാ ജില്ലകളിലും രൂപീകരിച്ചുള്ള വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കളക്ടേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനയും ഉണ്ടാവും. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക സ്ക്വാഡുകൾ ഓൾറെഡി രംഗത്തുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ അവരുടെ പരിശോധന നടന്നു വരികയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാർക്കറ്റിങ്ങോ ഹോർഡിങ്സോ കണ്ടാൽ കർശനമായ നടപടികൾ അക്കാര്യത്തിലെടുക്കും. ഇപ്പോൾ കഴിഞ്ഞ LPG സിലിണ്ടേഴ്സിൻ്റെ സമയത്ത് തന്നെ അതിൻ്റെ ക്ഷാമം വന്നപ്പോൾ വളരെ കൃത്യമായ ഒരു ഇൻ്റർവെൻഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി. ഏതാണ്ട് 400ഓളം സിലിണ്ടേഴ്സ് അന്നത്തെ സമയത്ത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അത് വളരെ കർക്കശമായ സമീപനം ഈ ഓണക്കാലത്തും പരിശോധനാ ഘട്ടത്തിലുണ്ടാവും. ആസ് ഓഫ് നൗ ഹോട്ടലുകളിൽ വില പട്ടിക പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉപഭോക്തൃകാര്യ വകുപ്പ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യുന്നത്. അതിനുള്ള ഒരു ക്രമീകരണം ഉണ്ടാവും. പലതരത്തിൽ അത് വരുന്നുണ്ട്. ഇല്ല, അതിനെ സംബന്ധിച്ച് പരാതിയുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇടപെടാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഈ വില പട്ടിക കൃത്യമായി പ്രദർശിപ്പിക്കുന്നുണ്ടോ, അവർ തോന്നുംപടി ഇപ്പോൾ ഓരോ കൺസ്യൂമേഴ്സിനും പല വിലയ്ക്കാണോ വിൽപ്പന നടത്തുന്നത്, അതില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ രീതിയിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള പരിശോധന വഴി നടത്തുന്നുണ്ട്. ഈ ഒരു വില ഏകീകരണം എന്ന രീതിയിലുള്ളൊരു സിസ്റ്റം ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. പക്ഷേ ഈ അസോസിയേഷൻസും അവരെയൊക്കെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതുവഴി അവർക്കൊരു നിർദ്ദേശം നൽകാം. ഇങ്ങനെയുള്ള ഒരു കൃത്യമായ തോന്നുംപടി ഒരു വില വർധനവ് പാടില്ല എന്ന നിലയിലുള്ള ഒരു നിർദ്ദേശം അവർക്ക് നൽകാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. ഉടനെ ഉണ്ടാവും. ഇത് കഴിഞ്ഞ UDF ഗവൺമെൻറ് സമയത്ത് വളരെ ആക്റ്റീവായിട്ട് ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്തു വന്ന ഒരു ആശയമായിരുന്നു അത്. 2016 ഞങ്ങളതിൻ്റെ ഡ്രാഫ്റ്റ് ബില്ല് വരെ റെഡിയാക്കിയതാണ്. പക്ഷെ പിന്നീട് കഴിഞ്ഞ 10 വർഷം അതിനെ സംബന്ധിച്ച്, അതായത് ഹോട്ടൽ വില എങ്ങനെ ഏകീകരിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ആ സമയത്ത് പിന്നീട് ഗവൺമെൻറ് മാറി 2016 പിന്നീട് കഴിഞ്ഞ 10 വർഷം അങ്ങനെയുള്ള ഒരു ഇടപെടൽ പിന്നീട് ഉണ്ടായിട്ടില്ല. ഈ പഴയ ആശയം എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്നതിനെക്കുറിച്ച് പരിശോധിക്കാമെന്നത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. അതിലേക്ക് എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കാം. ഇപ്പോൾ നടക്കുന്നത് വില പട്ടിക കൃത്യമായി പ്രദർശിപ്പിക്കുന്നുണ്ട്. വിൽപ്പന നടത്തുന്നതിൽ മറ്റു തരത്തിലുള്ള മോശമായ ക്രമീകരണങ്ങൾ ഉണ്ടാവുന്നില്ല എന്നത് ഉറപ്പുവരുത്താൻ കഴിയും. അതാണിപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് ചെയ്യുകയും ചെയ്യും.
അതെ, അത് ആരോഗ്യവകുപ്പിൻ്റെ കീഴിലാണ് ഫുഡ് സേഫ്റ്റി വരുന്നത്, സിവിൽ സപ്ലൈസിലല്ല. പക്ഷേ അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ അവരുടെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വത്തിൽ ഉണ്ടാവുന്നെന്നാണ് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അല്ല, അതിനെ സംബന്ധിച്ച് ഞങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ, സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടർന്നും ഉണ്ടാവും. ചില കാര്യങ്ങളിൽ ഗവൺമെൻറ്റിന് പല കാര്യങ്ങൾ ആലോചിച്ച് എടുക്കേണ്ടതായിട്ട് വരും, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഏതാ? UDF യോഗത്തിൽ നടന്ന കാര്യങ്ങൾ കൺവീനർ പറഞ്ഞല്ലോ. ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയാൻ കഴിയുന്ന ഒരാളല്ല. എന്താ? അല്ല, കൺവീനറും നേതാക്കളും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ശ്രദ്ധിക്കാത്തവരെ എങ്ങനെ പറയാൻ പറ്റും? അല്ല, ഞാൻ പറഞ്ഞില്ല, അവർ പറഞ്ഞല്ലോ. കൺവീനറും നേതാക്കളും ഒക്കെ അതിൻ്റേതായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ അകത്ത് കയറി വേറൊരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യം എങ്ങനെ പറയാൻ പറ്റും? ഞാൻ കണ്ടില്ല. ഇന്ന് രാവിലെ തൊട്ടേ നല്ല തിരക്കിലായിരുന്നു ഞാൻ. ഏതാ? അല്ല, അത് UDFൻ്റെ പൊതുവായ നയത്തിനനുസരിച്ച് തന്നെ ആയിരിക്കും ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. UDFൻ്റെ നയം അധികം താമസിക്കാതെ പ്രഖ്യാപിക്കും. ആ നയത്തിനൊപ്പം എല്ലാ കക്ഷികളും ഒരുമിച്ച് വെക്കും. അതാണല്ലോ ടീം UDF. അല്ല, പരിമിതികൾ ധാരാളമുണ്ട്, അത് സത്യമാണല്ലോ. ഒരുപാട് പരിമിതികൾ, ലിമിറ്റ്സും അക്കാര്യത്തിലുണ്ട്. അതിനെ സംബന്ധിച്ച് UDFൻ്റെ പൊതുവായ തീരുമാനം ഉണ്ടാവും. ഞാനത് പറഞ്ഞല്ലോ, UDFന് പൊതുവായ തീരുമാനം ഉണ്ടാവും. ആ നയത്തിനനുസരിച്ച് മുമ്പോട്ട് പോകും. ഞാനതാ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പരിശോധിച്ച് വ്യക്തമായൊരു തീരുമാനത്തിലേക്ക് വരും. അധികം താമസിക്കത്തില്ല, പ്രഖ്യാപനം ഉണ്ടാവും.